സലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ലെറ്റ് മീ വെൽക്കം കലാക്ഷേത്ര ലക്ഷ്മി ശ്രീ മിഥുൻ. നമസ്കാരം ലക്ഷ്മി. കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു ടാഗ് വന്നതിന് ശേഷവും അതിന് മുന്നേയുമുള്ള ലൈഫിൽ ഒരുപാട് വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ആസ് എ ഡാൻസർ ഒബ്വിയസ്ലി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്യാമ്പസിൽ നിന്ന്. അല്ലാതെ ഒരു ഹ്യൂമൻ ബേസിസിൽ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ലേഡി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്? കലാക്ഷേത്രയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് ആസ് എ ലേഡി എങ്ങനെ ആർട്ടിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അത് കാരണം അതായത് നമ്മളുടെ ഈ ജനറേഷനിൽ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ആർട്ട് എന്ന് പറയുന്നത് ഡാൻസ് ആണെങ്കിലും പഴയ നാടകങ്ങളാണെങ്കിലും പിന്നോക്കം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എങ്ങനെ മുൻകൊണ്ടു പോകണം, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ കോമ്പറ്റീഷനാണ് മെയിൻ ആയിട്ടുണ്ടാവുന്നത്. ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും കോമ്പറ്റീഷൻ. പിന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് സിനിമാറ്റിക് ഡാൻസും ബ്രേക്ക് ഡാൻസ് അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്. അതിനെയൊക്കെ എങ്ങനെ നമ്മൾക്കൊരാൾ നിന്ന് ഈ കാലത്തും നമ്മളുടേതായിട്ടുള്ള ഒരു പറയാനുള്ള കാര്യങ്ങളെല്ലാം ഡാൻസിലൂടെ, നൃത്തത്തിലൂടെ, കലയിലൂടെ പറയാം എന്നുള്ളത് കലാക്ഷേത്രയിൽ നിന്നാണ്. ആരെയും പേടിക്കാണ്ട് പറയാം എന്നുള്ളത് പഠിച്ചത് കലാക്ഷേത്രയിൽ നിന്നാണ്. അവിടെ ഉണ്ടായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആസ് എ സ്റ്റുഡൻറ്റ്, പിന്നെ ഒരുപാട് നിങ്ങൾക്ക് അവിടെ സ്റ്റേജും കിട്ടുമല്ലോ, പഠിക്കാനും പെർഫോം ചെയ്യാനും പറ്റുമല്ലോ. പിന്നെ അവിടുത്തെ ഗുരുക്കന്മാർ, അവരെ കുറിച്ചൊക്കെ പറയും. ഗുരുക്കന്മാർ 4 വർഷം പഠിച്ചതും ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്താണ്. ഇന്ന ഒരാള് ഒരു വർഷമാണെന്നുള്ള കണക്കില്ല. തിയറി, പ്രാക്ടിക്കല്, സബ്. തിയറി തന്നെ 3 പേപ്പർ ഉണ്ട്. സോ അത്രയും ടീച്ചേഴ്സ് നമുക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗുരുക്കന്മാരും അതിൻ്റെതായ രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ. കാരണം എനിക്ക് നല്ല അനുഭവം ഉള്ളത്, എക്സ്പീരിയൻസ്, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന സമയത്ത് എനിക്ക് തമിഴും ഇംഗ്ലീഷും അധികം വശമില്ലായിരുന്നു. അവിടെ പോയിട്ട് അവിടെ പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തിയറി പേപ്പർ 3 ആക്കി. സെക്കൻഡ് ഇയർ തൊട്ട് ഹിസ്റ്ററി ഉണ്ടായിരുന്നു, വേദിക് ഹെറിറ്റേജ് ഉണ്ടായിരുന്നു, തിയറി പേപ്പർ ആയിരുന്നു. അപ്പം ഈ വേദിക് ഹെറിറ്റേജിൽ രാമായണം, മഹാഭാരതമൊക്കെ സ്റ്റോറീസ് വരുന്ന സമയത്ത് എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പം എനിക്കിത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ തിയറി സാറ് എടുക്കുന്ന സാറ് എനിക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും മലയാളത്തിൽ എനിക്ക് തർജ്ജമ ചെയ്ത് അതിനെ ഓരോ ക്യാരക്ടേഴ്സിനെയും എനിക്ക് ഓരോ ഹീറോസ് ആയിട്ട് പറഞ്ഞു തന്നു. ഇത് മോഹൻലാല്, ഇത് സുരേഷ് ഗോപി എന്നുള്ള രീതിയിൽ മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ നീ പഠിച്ചാൽ മതി, അപ്പൊ നിനക്ക് നല്ല രീതിയിൽ ഓർമ്മ കിട്ടും. ഇപ്പോഴും ആ സ്റ്റോറീസ് എനിക്ക് അതുകൊണ്ട് നല്ല ഓർമ്മയാണ്. ഞാൻ ആരാന്ന് ചോദിക്കാൻ. ഓക്കെ, അത് സീക്രട്ട് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. അവിടുത്തെ ഡാൻസ് പെർഫോമൻസസ് കൂടുതൽ നമുക്ക് മാനസികമായിട്ട് അടുപ്പമുള്ള ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അവരിൽ നിന്ന് നമ്മൾ എത്രമാത്രം തിയറി പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ല, അവരുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുകയും വിട്ടു നിന്ന് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പാരൻസിന്റെ ഒരു സ്ഥാനം ഈ പറയുന്ന ഗുരുക്കന്മാർ ഏറ്റെടുക്കും ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേക്കും. അങ്ങനെ മാനസികമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന എത്ര പേരുണ്ട്, ഈവൻ കൂട്ടുകാരായാലും? എൻ്റെ 3rd ഇയറിൽ പഠിപ്പിച്ച ടീച്ചർ ജോസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറായിട്ട് എനിക്ക് മാനസികമായിട്ട് നല്ല അടുപ്പമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയറിലുള്ള ടീച്ചർ, കാരണം ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് കൂടുതൽ അടുപ്പാവുക. ഫസ്റ്റ് ഇയർ ഇത്രയും ഭയങ്കര, കാരണം ഇത്രയും നാളും വീട്ടുകാരെന്ന് പറഞ്ഞിരുന്നിട്ട് ഇവിടുന്ന് ഹോസ്റ്റൽ ലൈഫിലോട്ട് പോകുമ്പോൾ അവിടെ ആണെങ്കിൽ ടോട്ടലി ഗുരുകുല വിദ്യാഭ്യാസം. സീനിയേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെത്താനെ കൈ പോകണം. ഒരു കാര്യത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവരുടേതായ റൂൾസ് ഉണ്ട്. സീനിയേഴ്സ് ആകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുടി പിന്നിയിട്ട് കയ്യിൽ വളയിട്ട് പൊട്ട് വെച്ചിട്ട് വേണം ഡൈനിങ് ഹാളിലോട്ട് പോവാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. സൽവാർ ഇട്ടിട്ട് വേണം ഇറങ്ങാനുള്ളത്. ഹോസ്റ്റലിൽ പോയിട്ട് റാഗിംഗ് എന്നുള്ള പേരിലില്ല, പക്ഷേ റൂൾസ് ഉണ്ട്. അവിടെ പോയിട്ട് ഡൈനിങ് ഹാളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും പൊട്ടിടാത്തത് ചിലപ്പോൾ ഓർമ്മ വരിക. ഒന്നും ഉണ്ടാവില്ല, ഒരു നോട്ടം മാത്രം, ഇങ്ങനെ ഒരു നോട്ടം മാത്രം നോക്കും. ഈ നോട്ടത്തിൽ വന്ന സ്പീഡിൽ തിരിച്ചോടും. അപ്പൊ നമ്മള് ടീച്ചേഴ്സിനെ പോലെ തന്നെയാണ് സീനിയേഴ്സിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അത്രയും അറ്റാച്ച്മെന്റ്. പക്ഷെ അവിടെ ഒരു റാഗിങ്ങോ യൂണിയനോ അങ്ങനെ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല. ആരുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരുമായിട്ട് നല്ല അടുപ്പത്തിലായിരിക്കും. അതേപോലെ തന്നെയായിരിക്കും നമുക്ക് ഓരോ ചിട്ടയായിട്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കും. എങ്ങനെയായിരുന്നു ലക്ഷ്മിയുടെ വിവാഹം? ഇഷ്ടമുള്ള ഒരാളെ തന്നെ, അറിയാവുന്ന ആളെ തന്നെയാണോ, അതോ അറേഞ്ച് മാരേജ് ആണോ? എല്ലാം സംസാരിച്ച ശേഷം കല്യാണം കഴിച്ചാണോ?
ഇതിനെ പറ്റി അറിയായിരുന്നു. ഡാൻസ് എനിക്ക് ഏറ്റവും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയായിരുന്നു. ഇഷ്ടം കൊണ്ട് നല്ല കല്യാണം കഴിച്ചതാണ്. അമ്മയോട് പറഞ്ഞ് സമ്മതിച്ച് വീട്ടുകാരുമായിട്ട് പിന്നെ ചർച്ച ചെയ്ത് കല്യാണം കഴിച്ചത് തന്നെയാണ്. അത് കഴിഞ്ഞ് ആഫ്റ്റർ മാരേജ് കുഞ്ഞായതിന് ശേഷം ഞാനൊരു 1 year ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തിരിച്ചു വന്നപ്പോഴായിരുന്നു എനിക്ക് ട്രിവാൻഡ്രം എന്നുള്ള സിറ്റി ന്യൂ ആയിരുന്നു. ഞാൻ എൻ്റെ 10th കഴിഞ്ഞിട്ടാണ് എനിക്ക് കലാക്ഷേത്ര അഡ്മിഷൻ കിട്ടിയത്. സോ ഞാൻ അങ്ങോട്ട് പോയി 2005 മുതൽ ഏകദേശം 2013 മാരേജ് വരെ ഞാൻ ചെന്നൈ സെറ്റിൽഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് ആരെയും ഒരു വിധത്തിലും ഒന്നും പരിചയമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. വന്നപ്പോൾ എനിക്ക് നൂപുര എന്ന് പറഞ്ഞൊരു ഡാൻസ് അക്കാഡമി ട്രിവാൻഡ്രത്തുള്ള, അവിടെ നിന്നായിരുന്നു ആദ്യം എന്നെ ഡാൻസ് ടീച്ചറായിട്ട് അങ്ങോട്ട് വിളിച്ചിരുന്നപ്പോൾ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോഴായിരുന്നു ക്രൈസ്തവ ഇന്റർനാഷണൽ ഡാൻസ് ടീച്ചറായിട്ട് ജോലി കിട്ടിയത്. സോ അങ്ങോട്ട് പോയി അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും, കാരണം എനിക്ക് നൂപുര പോലുള്ള ഫ്ലാറ്റ് കിട്ടുന്നത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും കൂടി നല്ലൊരു ഇതാണ്. അങ്ങനെ പിന്നെ ഞാൻ കൊച്ചിനെ കുറച്ചായപ്പോഴേക്കും ഒരു 7 months ആയപ്പോൾ ഞാൻ പിന്നെ ഡാൻസിന് നൂപുരയിൽ ക്ലാസ് എടുക്കാനും പോകാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ. സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല? ഇപ്പൊ സ്കൂളിലുണ്ട്, ഇപ്പൊ നൂപുരയിലില്ല, സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്, കലാസൃഷ്ടി നൃത്ത വിദ്യാലയ എന്നാണ് പേര്. എവിടെയാണ് തിരുവനന്തപുരത്ത്? ഇപ്പൊ ഞാൻ താമസിക്കുന്നത് വെള്ളയമ്പലം. അവിടെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്കൂളിൽ ഈ കുട്ടികളുടെ ഒരു റേഷ്യോ എടുത്താൽ ക്ലാസിക്കൽ ഡാൻസിന് എത്രമാത്രം ചെറിയ കുട്ടികൾ താല്പര്യം കാണിക്കുന്നുണ്ട്? ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5th അവർക്ക് ഒരു അത്യാവശ്യം 2nd സ്റ്റാൻഡേർഡ് വരെ ഉള്ളവർക്ക് ഡാൻസ് എന്താന്നുള്ളത് അറിഞ്ഞതാ. രണ്ടും എൻജോയ്മെന്റ് ആണ്. ക്ലാസിക്കലും എൻജോയ്മെന്റ് ആണ്. ഏത് പാട്ടിട്ട് കൊടുത്താലും അതിനനുസരിച്ച് ഡാൻസ് കളിക്കും. കുറച്ചുകൂടെ മുതിർന്ന വ്യക്തികൾക്കാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ അയ്യോ കാല് വേദനിക്കും, അതാണ് വലിയൊരു അയ്യോ അരമണ്ഡലം ഒരിക്കണോ ടീച്ചറെ, കാല് വേദനിക്കും, കാലിന് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെയാണ് പാരന്റ്സും, സെയിം ആറ്റിറ്റ്യൂഡാണ്. ഭയങ്കരമായിട്ട് എന്റെ കുട്ടിക്ക് കാല് വേദനിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോ തന്നെ 100 വട്ടം ആലോചിച്ച്, കാരണം എന്താണ് ഇവരുടെ അടുത്ത് പറയേണ്ടത്. അതുകൊണ്ട് ആദ്യം പാരന്റ്സിന് ഒരു ക്ലാസ് എടുക്കും. കുട്ടിക്ക് കാല് വേദനിക്കും, അതുകൊണ്ട് ആദ്യം തന്നെ പോയി കുറച്ചു ദിവസം കാലുവേദന ഉണ്ടാകുമ്പോ കുഴമ്പിട്ടൊക്കെ ഒന്ന് തേച്ചു കൊടുക്കുക, ഒന്ന് ചൂടെല്ലാം എന്താക്കി കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതില്ല, അവർക്ക് കാണുന്നത് റിയാലിറ്റി ഷോസിൽ കാണുന്നുണ്ട്, പിന്നെ കോമ്പറ്റീഷൻ, ഇതാണ് മെയിൻ ആയിട്ട്. ലക്ഷ്മിയുടെ ലൈഫിൽ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ ഒരു വലിയ ഡാൻസ് ഡ്രാമയുടെ ഒരു ഭാഗമാവാനായിട്ടുള്ള ഭാഗ്യമുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയും, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. എൻ്റെ ജീവിതത്തിലെല്ലാം ലക്കാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോയി കലാക്ഷേത്ര ലൈഫും ഒരു ലക്കിൽ വന്ന് കിട്ടിയതാണ്. അതേപോലെ തന്നെയാണ് സൂര്യ സാറിൻ്റെതും. അത് ഒരു ഫ്രീ സ്റ്റൈലാണ് എന്ന് പറഞ്ഞിട്ട്, ക്ലാസിക്കൽ അല്ല കണ്ടംപററി ആണ് അതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പം ചെയ്യാൻ പോകുന്ന പ്രൊഡക്ഷൻ ഫുൾ ബൈബിൾ സ്റ്റോറിയാണ്. സോ രക്ഷകൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതിൽ അക്കാലത്ത് ക്ലാസിക്കൽ, അതും അവിടങ്ങളിൽ ക്ലാസിക്കൽ നൃത്തം ഇല്ല, അതുകൊണ്ട് കണ്ടംപററി ആണ് മൊത്തമായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത് അങ്ങോട്ട് ഡാൻസറായിട്ട്. അതും ഡാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 പേരുണ്ട്, അതിലൊരു ഡാൻസറായിട്ടാണ് ഞാനും പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് സൂര്യ സാറിനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്, സൂര്യ സാറിനോട് സംസാരിക്കുന്നത്. അങ്ങനെ സൂര്യ സാർ എനിക്കൊരു ഓഫർ തന്നതായിരുന്നു, അതിൽ തന്നെ മദ്ദലന മറിയം എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ ഡാൻസ് ഡ്രാമയിൽ ഡാൻസും ചെയ്യുന്നുണ്ട്, ഡ്രാമയില് ഒരു പാട്ട്, ഒരു ചെറിയ പാട്ട്, അതും ജീസസുമായിട്ടുള്ള നേരിട്ടുള്ള അതും പ്ലേ ചെയ്യും. മനസ്സിലായി. ഒരു ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എത്രമാത്രം കൊറിയോഗ്രാഫിയിൽ താല്പര്യമുണ്ട്? കൊറിയോഗ്രാഫിയിൽ സ്വന്തം എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ സ്വന്തം തനതായിട്ടുള്ള ഒരു രീതി, അതോ പഠിച്ചത് തന്നെ അതേമാതിരി സ്റ്റേജിൽ ചെയ്യണമെന്ന്? അങ്ങനെയല്ല, പഠിച്ചത് തന്നെ സ്റ്റേജിൽ ചെയ്യാനല്ല താല്പര്യമുള്ളത്, സ്വയമായിട്ട്. കാരണം മിക്കവാറും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് തന്നെയാണ്. എൻ്റേതായിട്ടുള്ള രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കൊറിയോഗ്രാഫിയിൽ പിന്നെ കേരളത്തിൽ അത് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൊറിയോഗ്രാഫി സക്സസ് ആവുന്നുള്ളത് എനിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെന്ത് പറ്റി അങ്ങനെ? കാരണം ഇവിടെ ഉള്ളവർക്ക് എൻ്റേതായിട്ടുള്ള ഫീലിംഗ് ആണ്. കാരണം ഞാനിവിടെ ആദ്യം വന്നത് സമയത്ത്
തിരുവനന്തപുരത്ത് തന്നെ വന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു സംഭവം, കലാക്ഷേത്ര സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ എതിരാളികളെ പോലെയാണ് ഇവർ. അങ്ങനെയാ സത്യമായിട്ട് എനിക്ക് മാത്രം ഫീൽ ചെയ്ത കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കുണ്ടായിരുന്ന അനുഭവം അങ്ങനെയായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വന്ന സമയത്ത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് എനിക്കിവിടെ ഒരു സ്കൂളിൽ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് ടീച്ചറായിട്ട്. അപ്പോൾ ആഫ്റ്റർ മാരേജ് ഇങ്ങോട്ട് വരാനുള്ളത് കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവാൻ പറഞ്ഞു. വന്നു അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞു, സ്കൂളിലോട്ടുള്ള ഡാൻസ് ടീച്ചറിന് വേണ്ടിയിട്ടാണ്, പദം ചെയ്യാൻ പറഞ്ഞു. പദം ചെയ്തു. അതും കലാക്ഷേത്ര രുക്മിണിയാത്തെ കൊറിയോഗ്രാഫി ചെയ്ത പദം. ആ പദം ചെയ്തപ്പോൾ അതിലൊരു മുദ്ര കാണിച്ചപ്പോൾ ഇന്റർവ്യൂ ചെയ്യാനിരുന്ന സാർ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് കലാക്ഷേത്രക്കാരൊക്കെ മന്ദബുദ്ധികളാണെന്നുള്ളത്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. എനിക്ക് അവിടെ നിൽക്കുന്നത്, ഞാൻ കലാക്ഷേത്ര അദ്ദേഹത്തിന് നന്നായി, ഇവിടെ വേറൊന്നും അല്ല, ആ സ്കൂളിൽ എല്ലാ വർഷവും കേന്ദ്ര വിദ്യാലയമാണ്. സോ ഓരോ വർഷവും കൂടുന്തോറും അവർക്ക് എന്തോ ബോണ്ട് വെച്ചിട്ടാണ് ഒരു വർഷത്തേക്ക് അവർ എടുക്കുള്ളൂ. നെക്സ്റ്റ് ഇയറും അതേ ടീച്ചറെ തന്നെ. പക്ഷെ എന്നാലും മറ്റുള്ളവരെ കണ്ണു കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നടത്തുന്നതാണ്. ഇതെനിക്ക് അറിഞ്ഞൂടാ. ലക്ഷ്മിയുടെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ വളരെ എന്താ പറയാ ദൃഢനിശ്ചയത്തോടു കൂടി ഇത് ഇങ്ങനെയാണെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പഠിക്കേണ്ടി വരണ്ട എന്ന് പറയുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഈ വേദിയിൽ തന്നെ വളരെ അധികം ഇപ്പോൾ ഈയിടെയായിട്ട് കുറെ പേര് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. സോ ഹോപ്പ്ഫുള്ളി കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും നല്ല പ്യുവർ ആയിട്ടുള്ള ടാലൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ കുറെ അധികം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലക്ഷ്മി ഇവിടെ വന്ന് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഡാൻസ് ഡ്രാമ എസ്പെഷ്യലി. ആൻഡ് ഐ വിഷ് യു all the love and luck. Thank you so much for being here. Thank you so much. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി തിരികെ എത്താം ലേഡീസ് കോർണറിൽ. ഇപ്പോൾ ഒരു ചെറിയ ഇടവേള. അതായത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടിയോ ഈ സ്ത്രീയോ നോട്ടീസ് അയച്ച് പോലീസ് സ്റ്റേഷനിൽ വരുത്തി അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള യാതൊരു അവകാശവും അയാളിൽ നിലനിൽക്കുന്നില്ല. അത് നന്ദിനി സത്പതിയുടെ കേസിൽ തന്നെ സുപ്രീം കോടതി ആ ഒരു ഉത്തരവിൽ കൂടി അത് നമുക്ക്